പഹൽഗാം ഭീകരാക്രമണത്തോടെ വരുമാനം കുറഞ്ഞ ടാക്സി ക്യാബുകൾ വിൽക്കാനൊരുങ്ങി കശ്മീരിലെ ടാക്സി ഓപ്പറേറ്റർമാർ. ഭീകരാക്രമണവും തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷവുമെല്ലാം വിനോദസഞ്ചാര മേഖലയെ ബാധിച്ചിരുന്നു. സഞ്ചാരികളുടെ തിരക്ക് കുറഞ്ഞതാണ് ടാക്സി ഓപ്പറേറ്റർമാർക്കും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ജൂൺ ജൂലൈ മാസങ്ങളിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കാരണം നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത പഹൽഗാമിലെ ടാക്സി സ്റ്റാൻഡുകൾ ഇപ്പോൾ ശൂന്യമാണ്. 26 പേർ കൊല്ലപ്പെട്ട പഹൽഗാമിലെ ഭീകരാക്രമണം കഴിഞ്ഞ് ഒരു മാസത്തിലേറെയായി. എന്നാൽ ഇതുവരെയും സഞ്ചാരികളുടെ തിരക്ക് പഴയപടിയായിട്ടില്ല. സഞ്ചാരികളുടെ വരവ് കുറഞ്ഞതോടെ ക്യാബ് സർവീസ് ഓപ്പറേറ്റർമാർ, ഡ്രൈവർമാർ, ഗൈഡുകൾ തുടങ്ങി നിരവധി പേർ സാമ്പത്തികമായി തകർന്നു. വാഹനങ്ങളുടെ മാസടവിന് പോലുമുള്ള പണം ലഭിക്കാത്തതിനാൽ പല ക്യാബ് ഓപ്പറേറ്റർമാരും വാഹനങ്ങൾ വിൽക്കാൻ ഒരുങ്ങുകയാണ്. കാശ്മീർ മുഴുവൻ ഭീകരതയുടെ നിഴലിലായിരുന്നപ്പോഴും ശാന്തമായിരുന്ന പഹൽഗാമിന്റെ ഇപ്പോഴത്തെ അസ്ഥിരതയിൽ നാട്ടുകാരും അസ്വസ്ഥരാണ്. 500-നടുത്ത് വാഹനങ്ങളുള്ള ടാക്സി സ്റ്റാൻഡിന്റെ ഇനിയുള്ള ഏക പ്രതീക്ഷ ജൂലൈയിൽ ആരംഭിക്കുന്ന അമർനാഥ് യാത്രയാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.